ആരാ വെച്ചു അത്? ആരെയാ നീ സംരക്ഷിക്കാൻ നോക്കുന്നത്? പറ. വൈഭവിന്റെ തോളിൽ പിടിച്ചു തിരിച്ചു തനിക്ക് അഭിമുഖമായി നിർത്തി അനി. പിരികമൊന്നും പൊക്കി അനിയെ നോക്കിയതല്ലാതെ വൈഭവ് മിണ്ടിയില്ല. ശരി, നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഗോഡൌണിലെ CCTV അല്ലേ നിനക്ക് മാറ്റാൻ പറ്റുള്ളൂ? അവിടെ ആ റോഡിനപ്പുറം ഉള്ള കടയുടെ കാര്യം നീ മറന്നോ? അതിന്റെ വിഷ്വൽസ് എനിക്കിന്ന് കിട്ടിയിച്ചു. അതിലുണ്ട് ആ രാത്രി ആ സമയത്ത് ആ വഴിയിൽ കൂടി പോയത് ആരുടെ കാറാണെന്ന്. അനി അത് പറഞ്ഞതും വൈഭവിന്റെ പൂച്ച കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായി. ആ കാറിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് എനിക്കറിയാം. ആ മനുഷ്യന്റെ മകൾ ഈ വീട്ടിലുണ്ടല്ലോ. ഞാൻ അവളോട് ചോദിച്ചോളാം. എന്റെ ചോദ്യങ്ങൾക്ക് അവൾ മറുപടി പറയട്ടെ. മൗനമായി നിൽക്കുന്നവനെ നോക്കി അരിശത്തിൽ പറഞ്ഞു പോകാൻ അവൻ തിരിഞ്ഞതും വൈഭവിന്റെ കൈ അനിയുടെ കൈത്തണ്ടയിൽ വീണു. പറ്റില്ല ശിവ, ഇതറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഞൊടി നേരം കൊണ്ട് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ കടുത്ത സ്വരത്തിൽ വൈഭവിന്റെ ശബ്ദം അനിക്ക് നേരെ ഉയർന്നു. അനി അത് കാണെ ഒന്നും ഞെട്ടാതെ ഇരുന്നില്ല. തനിക്ക് നേരെ അവൻ ഇങ്ങനെ ഒച്ച വയ്ക്കണമെങ്കിൽ അത് ശിവയ്ക്ക് വേണ്ടി മാത്രമാണ്. എങ്കിൽ എനിക്കറിയണം എന്തിനാ സേതു അങ്കിൾ ഇതെല്ലാം ചെയ്തേയെന്ന്. അനി ഒട്ടും വിട്ടുകൊടുക്കാതെ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ വൈഭവിനോട് ചോദിച്ചു. എന്റെ പെണ്ണെ, നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? ചിത്തുവിനെ റൂമിൽ കൊണ്ടുപോയി ബെഡിൽ കൊണ്ട് ഇരുത്തിക്കൊണ്ട് അവളുടെ കൈകളെ പിടിച്ചു ശിവ ചോദിച്ചു. എന്റെ ശിവ, എനിക്കറിയില്ലടാ ആ പാത്രങ്ങളൊക്കെ എങ്ങനെയാ പൊട്ടിയതെന്ന്. സത്യമായി ഞാനല്ലടി. വൃന്ദ അപ്പച്ചി ബൗൾ എടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ അവരുടെ മുഖം മുഷിഞ്ഞപ്പോൾ അതെടുക്കാനാ ഞാൻ ഷെൽഫ് തുറന്നേ. ബോൾ എടുത്തതും അതിനു പിറകിലിരുന്ന പാത്രങ്ങളെല്ലാം നിരയിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അല്ലാതെ ഞാൻ അതൊന്നും തൊട്ടിട്ട് പോലുമില്ല. ചിത്തു നിസ്സഹായതയോടെ പറഞ്ഞു. എന്റെ പെണ്ണെ, നീ ആർക്കാടി ഈ എക്സ്പ്ലനേഷൻ തരുന്നേ? ഞാനല്ലേടി ഇത്. എനിക്കറിയാവുന്ന പോലെ നിന്നെ വേറെ ആർക്കാടി അറിയാവുന്നത്? നിന്റെ കയ്യിൽ തെറ്റില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്ന് നടന്നത് ആ തള്ളയുടെ ഭ്രാന്താണെന്ന് നിനക്ക് പ്രത്യേകം പറഞ്ഞു തരണോ ഞാൻ? ഞാനും നീയും എന്നും ഇവിടുത്തെ അപ്പച്ചിയുടെയും മക്കളുടെയും കണ്ണിലെ കരടാ. അതിനി മാറാൻ പോകുന്നില്ല. ദേഷ്യത്തിൽ ശിവ പറഞ്ഞു. അവളുടെ കൂർത്ത മുഖം കാണെ ചിത്തു ചിരിച്ചുപോയി. അല്ല, അതൊക്കെ വിട്. എവിടെയായിരുന്നു നീ? ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ ജോലിക്കായി പോയ ആളാ. എന്താ ആകെ ഒരു മാറ്റം? പെട്ടെന്ന് കളിയോടെ ചിത്തു ചോദിച്ചതും അത്രയും നേരം ദേഷ്യപ്പെട്ടിരുന്ന പെണ്ണിന്റെ മുഖം മാറി. മുഖത്ത് വല്ലാത്തൊരു പ്രകാശം വന്നു. ചിരിയോടെ അവൾ മുഖം താഴ്ത്തിയതും നിന്റെ ചിത്തു അല്ലേ? എന്നോട് പറ പെണ്ണെ. അവളുടെ താടിത്തുമ്പ് ഉയർത്തി കൊഞ്ചലോടെ ചിത്തു ചോദിക്കുമ്പോൾ പെണ്ണിന്റെ മുഖത്തെ സന്തോഷം അവളുടെ വാക്കുകളിൽ നിന്ന് അറിയണമെന്ന് ഉണ്ടായിരുന്നു അവൾക്ക്. അറിഞ്ഞതും കേട്ടതും ഒന്നുമല്ല ചിത്തു ആ മനുഷ്യൻ. മാണിക്യമംഗലത്തെ തെമ്മാടി ഡോക്ടർ. എണ്ണി പറഞ്ഞു വിലയ്ക്ക് വാങ്ങിയ വാടക ഭാര്യയായിരുന്നു ഇന്നലെ വരെ ശിവാമി സേതുമാധവനെങ്കിൽ ഇന്ന് ഞാൻ വൈഭവ് വർമ്മയുടെ ഇടനെഞ്ചിൽ കൊത്തിയ പേരാ ആ തെമ്മാടി ചെക്കന്റെ പ്രണയം. ഞാൻ എൻ്റെ ഉണ്ണിയേട്ടന്റെ ആമിയാ ചിത്തു, ആളുടെ ഭ്രാന്ത്. തിളങ്ങുന്ന കണ്ണുകളോടെ ശിവ പറയുമ്പോൾ നനവൂറി അവളുടെ മിഴികളിൽ തെളിഞ്ഞു നിൽക്കുന്നത് വൈഭവ് അല്ലേ എന്ന് വരെ തോന്നിപ്പോയി ചിത്തുവിന്. സത്യമാണോ പെണ്ണെ? സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ചിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശിവ പുഞ്ചിരിയോടെ അവളെ പുണർന്നു പിടിച്ചു നടന്നതൊക്കെ പറഞ്ഞു. വൈഭവ് വർമ്മയ്ക്ക് ശിവാമി ആരാണെന്നെല്ലാം. സന്തോഷമായി പെണ്ണെ എനിക്ക്. ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം തുലാസിൽ വെച്ചതോർത്ത് ഓരോ നിമിഷവും നീറിയിട്ടുണ്ട് ഞാൻ. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് അറിയാമെങ്കിലും വൈഭവ്, ആളുടെ സ്വഭാവം അറിഞ്ഞപ്പോൾ മുതൽ ഉള്ളിൽ കയറിയ തീ, അതാ പെണ്ണെ ഇന്ന് കേട്ടത്. എനിക്കിനി ഒന്നും വേണ്ട മോളെ. എല്ലാം കേട്ടത് നിറഞ്ഞ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നനവ് പടർത്തി ചിത്തു കെട്ടിപ്പിടിച്ചു ശിവയെ. അപ്പോ മസിൽ പിടുത്തക്കാരൻ ഒളിച്ചു പ്രേമിക്കുമായിരുന്നു അല്ലേ? അങ്ങേർക്ക് നീ വെച്ച കടുവയെക്കാളും ചേരുന്ന പേര് കള്ളനെന്ന. കടുവയും കാട്ടുപോത്തും ഒക്കെ തന്നെയാടി. പക്ഷേ ആ മനസ്സിൽ ഇനിയും മാറാത്ത ഒരു മുറിപ്പാടുണ്ട്. മീര കള്ളപ്രേമം നടിച്ചു ഉണ്ടാക്കി കൊടുത്തതൊന്നുമല്ല. അതിനു മുന്നേ വേണ്ടപ്പെട്ടവരാൽ കിട്ടിയൊരു തീരാനോവ്. ശിവ പറഞ്ഞതും ചിത്തു മനസ്സിലാവാതെ അവളെ നോക്കി. സ്നേഹിച്ച ഒരാൾ ചതിക്കപ്പെട്ടവനാണടി ഞാൻ. വൈഭവിന്റെ വാക്കുകളെ വീണ്ടും ഓർത്തു ശിവ. എനിക്കറിയണം ചിത്തു, സൗദാമിനിയമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. ഉറച്ച ശബ്ദത്തോടെ ശിവ അത് പറഞ്ഞതും ചിത്തു പെട്ടെന്ന് കഴിഞ്ഞ രാത്രിയിൽ നടന്നത് ഓർത്തു. ശിവ, എനിക്കൊരു കാര്യം പറയണം എന്നും പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ താൻ ഡ്രൈവർ കുമാരനൊപ്പം കണ്ട ആളെയും പിന്നെ അപ്പോ രാത്രിയിൽ മഹേന്ദ്രനെ കണ്ടതുമൊക്കെ അവളോട് പറഞ്ഞു. എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ രാത്രിയിൽ കുമാരനേട്ടനൊപ്പം കണ്ടത് ഡോക്ടറുടെ അച്ഛനെ തന്നെയാണെന്നും. വേറെ ആരും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. മഹേന്ദ്രൻ അങ്കിളും പുറത്തുനിന്നാ കയറി വന്നേ. ചിത്തു പറഞ്ഞതും ശിവ ഒന്നമർത്തി മോളെ. പഴയ കാര്യങ്ങൾ ആരോടാ മോളെ ഒന്ന് ചോദിച്ചറിയുക? ഒരാളുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട്. വരട്ടെ, ഞാനിന്ന് കാണുന്നുണ്ട് അവരെ. ചിത്തുവിന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴും ശിവയുടെ ഉള്ളിൽ കുറച്ച് തീരുമാനങ്ങൾ രൂപം കൊണ്ടിരുന്നു. വിച്ചു, അപ്പോ അപ്പോ ശിവ, അവള് നമ്മളുടെ അപ്പമ്മയുടെ? വൈഭവിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാകാതെ അനി അവനോട് ചോദിച്ചതും പുഞ്ചിരിയോടെ ഒന്നും മൂളി വൈഭവ്. എനിക്ക് വിശ്വാസമാകുന്നില്ലടാ. അപ്പമ്മയുടെ രക്തം. ഈശ്വര, അവൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം
ഈ തറവാട്ടിൽ തന്നെ വന്നല്ലോ, അതും നിന്റെ കൈ പിടിച്ചു, നിന്റെ താലിയുടെ അവകാശി. താങ്ക് ഗോഡ്. ഇതൊക്കെയാടാ നിമിത്തം എന്ന് പറയുന്നേ. മതിവരാത്ത സന്തോഷത്തോടെ അനി വൈഭവിനെ കെട്ടിപ്പിടിച്ചു. എടാ, അപ്പോ അപ്പോ സേതു അങ്കിൾ ഇതൊക്കെ ചെയ്യുന്നത്? പക. പെട്ടെന്ന് വൈഭവിൽ നിന്ന് മാറി അനി ചോദിച്ചതും വൈഭവ് മറുപടി നൽകി. മാണിക്യമംഗലത്തെ ഓരോരുത്തരോടും തീരാനോവ് പോലൊരു പകയുണ്ട് ഏട്ടാ സേതു അച്ഛന്. ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇച്ചു, അപ്പൊ നിനക്ക് നേരത്തെ ഇതൊക്കെ അറിയാമോ? ഇല്ല. ശിവയുടെ ജന്മരഹസ്യം അറിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ ശിവയ്ക്കൊപ്പം അവളുടെ വീട്ടിൽ പോകും വരെ എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല വെച്ചു, നീ ഒന്ന് തെളിച്ചു പറ. അവന്റെ സംസാരം മനസ്സിലാവാതെ അനി പറഞ്ഞു. ഞാനെല്ലാം പറയാം. ഇവിടെയല്ല, പുറത്തു പോകാം. തൽക്കാലം ഏട്ടൻ ഇത്രയും അറിഞ്ഞാൽ മതി. വൈഫോ വീണ്ടും പറഞ്ഞതും അനി ഒന്ന് മൂളി. എത്ര പേരുണ്ട്? ഒരാൾ. പേര്? സേതുമാധവൻ. ഫോട്ടോ ഞാൻ തന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞ അഡ്വാൻസ് 6 ലക്ഷം. ബാക്കി കാര്യം നടന്നു കഴിയുമ്പോൾ. കയ്യിലെ പണക്കെട്ട് മുന്നിൽ നിൽക്കുന്നവന് നേരെ നീട്ടി കുമാരൻ. ഓക്കെ, പണി തീർത്ത് കഴിയുമ്പോൾ അറിയിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ സാർ പറഞ്ഞു. ആള് മരിക്കരുത്. ഓക്കെ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അയാൾ കുമാരന് കൈ കൊടുത്തു. വൈഭവിന്റെ റൂമിൽ നിന്നിറങ്ങി വന്ന അനി തനിക്ക് ഓപ്പോസിറ്റ് വരുന്ന ശിവയെ കണ്ടെന്ന് നിന്നുപോയി. എന്താ ഏട്ടാ, എന്താ ഇങ്ങനെ നോക്കുന്നേ? തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനോട് ചിരിയോടെ ചോദിച്ചു ശിവ. ഏയ്, ഒന്നുമില്ല. ഏട്ടന്റെ മിടുക്കിക്കുട്ടിയെ ഏട്ടാ ചുമ്മാതൊന്ന് നോക്കിയതാ. പുഞ്ചിരിയോടെ പറയുന്നതിനൊപ്പം അവളുടെ നെറുകയിൽ അരുമയായി തഴുകി അനി. അന്നേരം വാത്സല്യവും സ്നേഹവും കൊണ്ട് അവൾ നിറഞ്ഞ അവന്റെ കണ്ണുകൾ ശിവയും കണ്ടു. ഡോക്ടർ എല്ലാം പറഞ്ഞു ഇല്ലേ? അല്ലേലും അറിയാം, നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ ഒരു രഹസ്യവും ഇല്ലല്ലോ. എനിക്കല്ലേ ആ കള്ളക്കാമുകനെ മനസ്സിലാവാതെ ഇരുന്നേ, പറഞ്ഞുകൊണ്ട് മുഖം കൂർപ്പിച്ചു അവൾ. എന്റെ പൊന്നു ശിവോട്ടി, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ആ പന്നത്തെമ്മാടി ചെക്കൻ നിന്നെ വർഷങ്ങൾക്ക് മുന്നേ സ്കെച്ച് ചെയ്തു വെച്ച വിവരം എന്നോട് എന്നല്ല, അവൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ വരട്ടെ, അതിനുള്ള പണി അവന് ഞാൻ കൊടുത്തോളാം. ഏട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നോട് പറയാതെ എന്നെ പ്രേമിച്ചു, അവസാനം ഭീഷണിപ്പെടുത്തി എന്നെ കെട്ടിയതിനൊക്കെയുള്ള പണി പലിശ സഹിതം ഡോക്ടർക്ക് ഞാൻ കൊടുത്തോളാം. ഇതേ ശിവാമിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂവാ. കൈകൾ പിണച്ചു കെട്ടി വലിയ പാവത്തിൽ പെണ്ണ് പറഞ്ഞതും അനി ചിരിച്ചുപോയി. യുനോ, ചിലപ്പോഴൊക്കെ നീയും അപ്പമ്മയും ഒരുപോലെ ഇരിക്കുന്നതായി തോന്നും, സ്വഭാവം കൊണ്ടും സാദൃശ്യം കൊണ്ടും. ഇപ്പോഴല്ലേടി അതെന്താണെന്ന് മനസ്സിലായത്. അവളുടെ കവളിൽ ഒന്ന് പിച്ചുവിട്ട് ആദ്യം ഉച്ചത്തിലും അവസാനത്തെ വാചകം മനസ്സിലുമായി പറഞ്ഞു അനി. ഈ വീട്ടിൽ ആദ്യം എന്നെ കണ്ടത് അവളും എൻ്റെ അമ്മയാ. അവര് രണ്ടുപേരും ശിവാമിയുടെ സ്വത്താ വല്യേട്ടാ. ചിരിയോടെ ശിവ പറഞ്ഞതും അവളുടെ കണ്ണിലും കുഞ്ഞൊരു നോവ് വന്നു. അല്ല, എങ്ങോട്ടാ ഈ ചാടിത്തുള്ളി പോകുന്നേ? വേറെ എങ്ങോട്ടാ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുക. വല്യേട്ടൻ ഇവിടെ കിടന്ന് കറങ്ങാതെ. ഞാൻ മുറിയിൽ ഒരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലും. ശിവ പറഞ്ഞതും ഒന്ന് മൗനമായി തലയാട്ടി അനി. ബി ബ്രേവ് വല്യേട്ടാ. ഇങ്ങനെ അകന്നു മാറി നിന്നാൽ രണ്ടാൾക്കും വിഷമം കൂടത്തേയുള്ളൂ. പിടിച്ചു കയറി അങ്ങോട്ട് ചെല്ലാനൊന്നും പറയുന്നില്ല, പക്ഷേ താൻ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ എൻ്റെ ചിത്തുവിന് ഏറ്റവും ആവശ്യം അതാ. ചെല്ല്. അവൻ്റെ തോളിൽ തട്ടി പെണ്ണ് പറഞ്ഞതും ചിരിയോടെ അവളുടെ തലയിൽ ഒന്ന് പൊട്ടി തൻ്റെ റൂമിലേക്ക് നടന്നു അനി. തൻ്റെ കാറിൽ നിന്നിറങ്ങിയതും ഡിക്കിയിൽ നിന്നും 2-3 ലഗേജ് എടുത്ത് വെളിയിലോട്ട് വയ്ക്കുന്ന അനിതയെ കണ്ട് സേതു ഒന്ന് അമ്പരന്നു. നീ ഈ പെട്ടിയതൊക്കെ ആയിട്ട് എങ്ങോട്ടാ? വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെയാ വന്നേ. ഇങ്ങോട്ടോ? എന്തിന്? ഞാൻ ഇനി മുതൽ ഇവിടെയാ താമസിക്കുന്നത്, പറഞ്ഞുകൊണ്ട് കയ്യിലെ 2 വലിയ ബാഗുമായി നവസിന് അകത്തേക്ക് കയറി അനിത. ഇവിടെ താമസിക്കുന്നെന്നോ? അതെന്തിനാ? നിനക്കൊരു വീടുണ്ടല്ലോ. പിന്നെ നിന്റെ കൺസൾട്ടിങ്ങോ? പേഷ്യൻസ് വീട്ടിൽ വരില്ലേ? തൽക്കാലം ഞാൻ വീട്ടിലെ കൺസൾട്ടിങ് മാറ്റി, വേണ്ടെന്ന് വെച്ചു. ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് പൊയ്ക്കോളാം. എടിയ അത് കൂടുതൽ സംസാരമില്ല. ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് താമസിക്കാൻ വന്നേ എന്ന് മക്കളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് വേണ്ടെങ്കിൽ സേതുമാധവൻ പോയി അടങ്ങിയിരി. മുന്നോട്ട് നടക്കുന്നതിനിടെ ഒന്ന് തിരിഞ്ഞ് സേതുവിന് നേരെ നോക്കി അനിശ്ചിത്തൽ പറഞ്ഞു അനിത വീണ്ടും അകത്തോട്ട് പോയി. മാണിക്യമംഗലത്തുകാരുമായി താൻ ഒളിയുദ്ധം തുടങ്ങിയതിൻ്റെ പ്രതിഷേധമാണ് പെണ്ണ് ഈ കാണിക്കുന്നതെന്ന് സേതുവിന് മനസ്സിലായി. എന്തായാലും പിണക്കണ്ട, ചിലപ്പോൾ അവൾ മോളെ വിളിച്ചു പറയും. അതിലും നല്ലത് അവളിവിടെ നിൽക്കുന്നതാ, സേതു ഓർത്തു. രാത്രിയിൽ ശിവ റൂം തുറന്ന് പതിയെ അകത്തേക്ക് എത്തി നോക്കി. എന്നിട്ട് വളരെ പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. വൈഭവ് ബാൽക്കണിയിലുണ്ട്, അവൻ്റെ സ്ഥിരം പ്ലേസ്. മിൻ ബാഗിൽ ഇരുന്ന് മടിയിൽ ലാപ്ടോപ്പിൽ എന്തോ കാര്യമായ ജോലിയിലാണ്. അവൾ പതിയെ നടന്ന് ബാൽക്കണിയിൽ ചെന്ന് അവന് പിറകിലായി നിന്നു. ഒന്ന് ചുമച്ചു. എവിടെ ചെക്കൻ? ഒരു സൈഡ് കൊണ്ട് പോലും നോക്കിയില്ല അവളെ. പെണ്ണിൻ്റെ മുഖം കൂർത്തു. അതേ. അവൾ വിളിച്ചതും കടുപ്പിച്ചൊന്നും മൂളി. ഞാൻ വിളിച്ചത് കേട്ടോ? അതിന് നീ വിളിച്ചില്ലല്ലോ, ചുമച്ചതല്ലേ ഉള്ളൂ. ശിവ ചോദിച്ചതിന് അവൻ്റെ സ്ഥായി ഗൗരവത്തിൽ മറുപടി കൊടുത്തു വൈഭവ്.
അവൻ കട്ട കളിച്ചിരിക്കുകയാണെന്ന് പെണ്ണിന് മനസ്സിലായി. ഓ, ഇതൊരു വഴിക്ക് പോകുകയല്ല. ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ച മഹത് വ്യക്തിയാണല്ലോ ഇങ്ങേരെന്ന് ഞാൻ മറന്നു. ശിവ ചുണ്ടുകോട്ടി അപ്പമ്മയുമായി സംസാരിച്ച് റൂമിലിരുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല അവൾ. രാത്രിയിൽ കഴിക്കാൻ അപ്പുച്ചെന്ന് വിളിച്ചപ്പോഴാണ് കടുവയുടെ കാര്യം ഓർത്ത പെണ്ണ്. ഇങ്ങോട്ടേക്ക് തിരികെ വന്നിട്ട് പിന്നെ അവനെ കണ്ടേയില്ല. അതാ ഓടിപ്പിടിച്ചിങ്ങ് വന്നേ. അവളൊരു ബീൻ ബാഗ് അവൻ്റെ പിറകിൽ കൊണ്ടുവച്ചിട്ട് അതിലിരുന്നു. അതെ, ഒന്ന് നോക്കുവോ? ആരെ? ആരെന്നോ? ഇവിടെ പിന്നെ നിങ്ങളുടെ മറ്റവൾ വന്നിരിപ്പുണ്ടോ നോക്കാൻ? അവൻ പറഞ്ഞതിന് അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ തോന്നി പെണ്ണിന്. പിന്നെ ചെക്കൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവളൊന്ന് അടങ്ങി. ഞാനേ ചിത്തുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയതാ. പിന്നെ അമ്മയുടെ അടുത്ത് ഇന്നലെ മുതലുള്ള വിശേഷം മുതൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അതാ ഇങ്ങോട്ട് വരാൻ പറ്റാതിരുന്നേ. സോറി കടു. അല്ല എൻ്റെ ഡോക്ടറെ. നാക്ക് കടിച്ച് തിരുത്തി പെണ്ണ് കൊഞ്ചലോടെ പറഞ്ഞു. അപ്പോഴും മുന്നിലെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല വൈഭവും. ഇങ്ങേരോട് സോറി പറയാൻ പോയ എന്നെ പറഞ്ഞാൽ മതി. ലാപ്ടോപ്പും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കട്ടെ, എനിക്ക് വേറെ പണിയില്ലേ? മുറിയ മുഖത്തോടെ വെറുപെറുത്ത് പറഞ്ഞുകൊണ്ട് ശിവ എഴുന്നേറ്റതും പെണ്ണിൻ്റെ കയ്യിൽ പിടിവീണതും ഒരുമിച്ചായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് മുൻപേ അവൻ ശിവയെ വലിച്ചു തൻ്റെ മടിയിലിരുത്തി കഴിഞ്ഞു. ചെക്കൻ്റെ പ്രവൃത്തിയിൽ മുഖം തുടുത്തു പോയെങ്കിലും ഏന്തി വന്ന പുഞ്ചിരി മുഖത്ത് തന്നെ ഒളിപ്പിച്ചു. കട്ടക്കലിപ്പിൽ അവനെ നോക്കിയവൾ. ഉണ്ടക്കവൾ ഒരുപാട് വീർപ്പിച്ച് പൊട്ടിക്കേണ്ട, ഇവിടെ ഇരുന്നാ മതി. എൻ്റെ അടുത്തേക്ക് വരാൻ ഇത്ര ലേറ്റ് ആയതല്ലേ? സോ ഇനി ഞാൻ പറയാതെ അവിടുന്ന് അനങ്ങാൻ പാടില്ല. ഉണ്ടക്കണ്ണ് വീഴ്ചിരിക്കുന്നവളെ നോക്കി കടുപ്പിച്ചു അവൻ പറഞ്ഞതും പെണ്ണിൻ്റെ ചുണ്ട് കൂർത്തുപോയി. ഓർഡറാണോ? ഓർഡറല്ല, പണിഷ്മെൻറ്റ്. അവളുടെ കാതോരൻ ചുണ്ട് ചേർത്ത് ഹസ്കി വോയിസ് പറയുന്നതിനോടൊപ്പം സാരിക്കിടയിൽ കൂടി പെണ്ണിൻ്റെ ഇടുപ്പിൽ വൈഭവിൻ്റെ വലത് കൈ മുറുകി. അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഡോണ്ട് മേക്ക് ദാറ്റ് വോയിസ്. അത് നിന്റെ പണിഷ്മെൻറ്റ് കൂട്ടുകയേ ഉള്ളൂ. നിശ്വാസത്തോടെ അവൻ വീണ്ടും പറഞ്ഞതും ശിവ ഒന്ന് ഉമിനീരിറക്കി. എന്നിട്ട് മര്യാദ കുട്ടിയായ അവൻ്റെ മടിയിലിരുന്നു. വൈഭവ് ഒരു ചിരിയോടെ ലാപ്ടോപ്പ് എടുത്ത് അവളുടെ മടിയിലായി വെച്ചു. ഒരു കൈകൊണ്ട് അവളെയും പിടിച്ചു. മറ്റേ കൈകൊണ്ട് ലാപ്ടോപ്പിൽ തോണ്ടാൻ തുടങ്ങി. ശിവക്കാണേൽ വല്ലാത്ത വിറയൽ തുടങ്ങി. അടിവയറ്റിൽ ഒരു സുഖമുള്ള ഇളക്കം പോലെ. ഇടയ്ക്കിടെ വയറിലമരുന്ന അവൻ്റെ കൈയുടെ ചൂട് പെണ്ണിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. ഡോക്ടറെ, ശിവ പയ്യെ വിളിച്ചു. അവൻ മിണ്ടിയില്ല. ഉണ്ണിയേട്ടാ. പുഞ്ചിരിയോടെ അവൾ വിളിച്ചതും അവനൊന്ന് മൂളി. ഒന്ന് വിടുവോ? നിനക്ക് വിശക്കുന്നു. അവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ വെപ്രാളത്തോടെ അവൾ ചോദിച്ചതും. വിശപ്പ് ഞാൻ മാറ്റിയാൽ മതിയോ? കുറുമ്പ് നിറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ കള്ളച്ചിരി മിന്നി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിരി. ദുഷ്ടൻ. അവൻ്റെ ആ നോട്ടവും ചിരിയും താങ്ങാനാകാതെ ശിവ മുഖം കുനിച്ചു. ദുഷ്ടനല്ലേടി, കടുവ. ആമയുടെ കലിപ്പൻ കടുവ. അതല്ലേ നീ എനിക്കിട്ട പേര്. ലാപ്പിൽ നിന്ന് കൈയെടുത്ത് പെണ്ണിനെ ഇരു കൈകൾ കൊണ്ട് ഒന്നുകൂടെ മുറുക്കി തന്നിലേക്ക് അടുപ്പിച്ചു വൈഭവ്. തൻ്റെ നെഞ്ചിലേക്ക് അമർന്നവളുടെ മുഖം അവനുമായി അടുത്തു. ഉണ്ണിയേട്ടാ, വിറച്ചുകൊണ്ട് അവൾ വിളിച്ചു. എനിക്കും വിശക്കുന്നാമേ. ചുവന്നു തുടുത്ത പെണ്ണിൻ്റെ കവളുകളെ മൂക്കിനാൽ തൊട്ടുരസി നേർത്ത ശബ്ദത്തിൽ അവൻ ചോദിച്ചതും മറുപടി പറയാനാകാത്ത വിധം പരവശയായവൾ. അവളുടെ ചെഞ്ചുവപ്പ് പകർന്ന മുഖം നാണത്താൽ കുതിർന്നതും അവൻ്റെ ചൊടിയിൽ ചിരി നിറഞ്ഞു. അടുത്ത നിമിഷം ലാപ്ടോപ്പ് താഴേക്ക് വെച്ച് പെണ്ണിനെ ഇരു കൈകൾ കൊണ്ടും വാരിയെടുത്ത് റൂമിലേക്ക് നടന്നു വൈഭവ്. അവൻ്റെ പ്രണയം സ്വീകരിക്കാൻ തയ്യാറായി എന്നോണം ശിവയുടെ കൈകളും അവനെ പൊതിഞ്ഞു പിടിച്ചു. രാവിലെ ഉറക്കം വിട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ പതിവിലും വിപരീതമായ ചൈത്രയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ നന്നായി ഒന്ന് ഉറങ്ങി. ശിവയുടെയും വൈഭവിൻ്റെയും ഇടയിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ തന്നെ ഉള്ളിലെ കനൽ ഒന്നടങ്ങിയതാ. അവൾ ചിരിയോടെ പതിയെ എഴുന്നേറ്റിരുന്നു. മേലെ കിടന്ന പുതപ്പൊന്നു മാറ്റി കാലിലേക്ക് നോക്കിയതും അവളുടെ കണ്ണൊന്നു മിഴിഞ്ഞു. കാലിൻ്റെ പാദത്തിലെ മുറിവിൽ മരുന്ന് വെച്ച് കോട്ടൺ കൊണ്ട് നല്ല വൃത്തിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഇന്നലത്തെ ഷെൽഫിലെ പാത്രങ്ങൾ പൊട്ടിയപ്പോൾ അതിൽ നിന്നൊരു കുപ്പിച്ചില്ല് കൊണ്ട് വലത് കാലിൻ്റെ അടിവശത്ത് ഒന്ന് കീറി മുറിഞ്ഞിരുന്നു. ശിവയുമായി സംസാരിച്ചു കഴിഞ്ഞ് ഒന്ന് കിടന്നപ്പോഴാണ് ആ മുറിവ് കണ്ടേ. ചെറിയ പോറലായതുകൊണ്ട് അതൊന്ന് കഴുകി ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് കെട്ടിവെച്ചതേ ഉണ്ടായുള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്തില്ല. പക്ഷേ ഇതിപ്പോൾ ആരാ? സംശയത്തോടെ ഓർത്തുകൊണ്ട് പെണ്ണിൻ്റെ നോട്ടം പോയത് മുന്നിലെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നവനിലാണ്. അവൻ കിടക്കുന്നതിനരികെ നിലത്തായി കിടക്കുന്ന കോട്ടൺ പാടും ഓയിൻമെൻറ്റും കൂടി കണ്ടതും അവളിൽ പിന്നെയും സംശയം ബാക്കി നിന്നില്ല. എന്തോ ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു സന്തോഷം മുളപൊട്ടിയത് അവൾ അറിഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് മീര സൗപർണികയിലെത്തിയത്. ഹോസ്പിറ്റലിനകത്തേക്ക് കയറി തൻ്റെ ക്യാബിനിൽ ചെന്ന് കമ്പ്യൂട്ടർ തുറന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചതും എറർ കാണിച്ചു. വാട്ട്? തുടരെ ലോഗിൻ ഔട്ടായത് കണ്ട മീര ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. വാട്ട് ദ റബിഷ് സ്വപ്ന, എനിക്കെന്താ ലോഗിൻ ചെയ്യാൻ പറ്റാത്തത്? അഡ്മിൻ സെക്ഷനിലെ സ്വപ്നയെ കണ്ടതും അവൾക്ക് നേരെ ചീറി. ഡോക്ടർ ഇപ്പോൾ ആണോ വന്നേ? ഡോക്ടർക്ക് ഈ വീക്ക് ഡേ ഡ്യൂട്ടി അല്ലേ? രാവിലെ 10 വേണ്ടേ ഡ്യൂട്ടിക്ക് കയറാൻ? ഞാൻ എപ്പോൾ കയറണം, എങ്ങനെ കയറണം എന്ന് നീയല്ല തീരുമാനിക്കുന്നത്. എന്നെ അറിയില്ലേ നിനക്ക്? മീര സ്വപ്നയ്ക്ക് നേരെ അലറി. എനിക്ക് മീര ഡോക്ടറെ അറിയാം, പക്ഷേ പുതിയ HR അറിയില്ലല്ലോ.
മേഡത്തിൻ്റെ ഓർഡറാ. ലേറ്റായി വരുന്ന സ്റ്റാഫിൻ്റെ ഓതറൈസേഷൻ കട്ട് ചെയ്ത് മാമിനെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറാവൂ എന്ന്. ഞാൻ അത്രേ ചെയ്തുള്ളൂ. വാട്ട്? എൻ്റെ ഓതറൈസേഷൻ ഡിലേ ചെയ്യാൻ അവൾ ആരാ? എന്നെ പഠിപ്പിക്കാൻ ആരാ അവൾ? ഹുഷി. കലി വന്ന മീര നിലതെറ്റിയതുപോലെ സ്വപ്നയ്ക്ക് നേരെ ചീറിയതും. മാഡം ആരാണെന്ന് മീര ഡോക്ടർക്ക് സംശയമുണ്ടെങ്കിൽ ദാ നേരിട്ട് ചോദിച്ചോളൂ എന്നും പറഞ്ഞ് സ്വപ്ന ചിരിയോടെ കൈ ചൂണ്ടിയത് മീര അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ മുന്നിലേക്ക് നടന്നു വരുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. വൈഭവിൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു വരികയാണ് ശിവ. അധികാരത്തോടെയും അതിലുപരി അവകാശത്തോടെയും അവൻ്റെ കൂടെ ചേർന്ന് വരുന്നവളെ കണ്ട് മീരയുടെ കണ്ണുകൾ ചുവന്നു. കേട്ടത്തിയമ്മേ. അടുക്കളയിൽ ചായ തിളപ്പിക്കാൻ വെച്ച ചൈത്രയെ വിളിച്ച് കൂവി ഓടി വന്നു അപ്പു. ഓ, പേടിപ്പിച്ചല്ലേ പെണ്ണെ. എന്താ പറ്റിയേ നിനക്ക്? എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ചേ? പെട്ടെന്നൊന്ന് ഒരുങ്ങി വന്ന് എൻ്റെ കൂടെ വന്നേ, നമുക്കൊരിടം വരെ പോകണം. അപ്പു അവളെയും പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങവേ. എങ്ങോട്ട്? എടി പെണ്ണെ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അയ്യോ, അതൊക്കെ ആ സീതച്ചി നോക്കിക്കോളും. ഒന്ന് എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് ചിത്തുവിനെയും വലിച്ച് റൂമിലേക്ക് ഓടി അപ്പു.